ഹരിയോടൊപ്പത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഓണക്കാലം കഴിയുമ്പോൾ എല്ലാ മലയാളികളും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും മഹാബലി വാമനൊക്കെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു നൊസ്റ്റാൾജിയ നിറഞ്ഞ ഒരു ഓർമ്മയാണ്. ശരിക്കും ഈ ഓണം എന്താണ്? ഓണം നമ്മളെ സംബന്ധിച്ചോളം ഒരു ആഘോഷമാണ്. ഓണം നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവർക്ക് കൂടാനുള്ള ഒരു അവസരമാണ്. ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ഓണത്തെ കാണുന്നുള്ളൂ. ഇതിന് പുറകിൽ കുറേ കഥകളുണ്ട്. ആ കഥകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? അതിനെതിരെ പലതരത്തിലുള്ള വിവാദങ്ങൾ പറയുക, ഇതൊന്നും സത്യമല്ല എന്ന് പറയുക. കഥകളിൽ സത്യം ഉണ്ടാവേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ കഥകളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നോക്കിയാൽ മഹാബലി എന്ന ചക്രവർത്തി, മഹാബലിയുടെ ചക്രവർത്തി എന്താ പറയുക, അതിഗംഭീരമായിട്ട് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തെ വാമനൻ എന്നുള്ള ഒരു ബ്രാഹ്മണൻ വന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ദിവസത്തെ നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഈ വാമനൻ പാതാളത്തിലേക്ക് അതിശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവിനെ ചവിട്ടി താത്തിയതിന് നമ്മൾ ഇത്രയും ആഘോഷിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെയുള്ളത് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പലരും എന്താ പറയുക, പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെപ്പറ്റി എഴുതി കണ്ടു. വാമനൻ ഉണ്ടായത് പരശുരാമനൊക്കെ വളരെ മുമ്പാണ്. അതായത് ദശാവതാരത്തിലെ വാമനൻ കഴിഞ്ഞതിന് ശേഷമാണ് പരശുരാമൻ ഉണ്ടായിട്ടുള്ളത്. പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത്. പക്ഷേ കേരളം സൃഷ്ടിച്ചതിന് ശേഷം വാമൻ എങ്ങനെ വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തി? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ടാവാം. ഈ കഥകൾ പറയുമ്പോൾ ഈ കഥകളിലെ തീർച്ചയായിട്ടും കുറേ തലങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഈ കഥകൾ ഏത് തരത്തിലുള്ള എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെയാണ് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കേണ്ടി വരിക. നമുക്ക് വളരെ സെൻസിബിളായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഏത് തരത്തിലായിരിക്കും മഹാബലി എന്ന ഒരു രാജാവ്. മഹാബലി എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ചിന്തിക്കണം. മഹാബലവാനായിട്ടുള്ള ഒരു രാജാവ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒന്നിനും യാതൊരു മുട്ടുമില്ല, കള്ളവുമില്ല, ചതിയില്ല, ഈ പറഞ്ഞ പോലെ കള്ള പറയുമില്ല, ചെറുതാഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളും അവിടെ പ്രായോഗികമല്ല. അദ്ദേഹം ഈ പറഞ്ഞ എന്തെങ്കിലും തരത്തിൽ ദോഷമുള്ളവരെ മുഴുവൻ കൊന്നുകളയുന്ന ഒരു രാജാവായിരുന്നെങ്കിൽ, അതായത് ഏകാധിപതിയായൊരു രാജാവ്, രാജ്യത്തെ എല്ലാ സൗകര്യങ്ങളും ഗംഭീരമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭരണം ഏകാധിപതിയാണ്. ഒരു തരത്തിലും തിരിച്ച് ചോദ്യം ചെയ്യാൻ കഴിയില്ല. നിയമത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. എന്തെങ്കിലും ചെയ്യുന്നവരെയും മുഴുവൻ കൊന്നുകളയും. നമുക്കിന്ന് ലോകത്ത് കാണാവുന്നതാണ്. നമുക്ക് ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ, കൊറിയ മോശമായിട്ടുള്ള രാജ്യമല്ല, ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ പ്രതികരിക്കാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ തലയുണ്ടാവില്ല. ചൈന സമ്പൽ സമൃദ്ധിയാണ്. കാരണം ചൈനയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പലവട്ടം. ചൈന ഒരുപക്ഷെ വളരെയധികം ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഭരണത്തെ ചോദ്യം ചെയ്യാൻ അവർക്ക് യാതൊരു അധികാരവും അവിടെ ഇല്ല. ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുക? ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ ആരാണ് വാമനൻ വന്ന് ഈ പറഞ്ഞ ഇദ്ദേഹത്തെ ചവിട്ടി താഴെയെന്ന് പറയും. വാമനൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൃശഗാത്രനും നീളു, അതായത് പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ, അതാണ് വാമനൻ്റെ അർത്ഥം. അപ്പോൾ പൊക്കം കുറഞ്ഞ വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി, അല്ലെങ്കിൽ അത്ര ആരോഗ്യമോ ബാക്കിയൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ഇതിനെതിരെ പ്രതികരിച്ച് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിച്ച ഒരവസ്ഥ. അതിൻ്റെ മുമ്പിൽ നമുക്ക് ഉദാഹരണമുണ്ട്. ബ്രിട്ടീഷുകാരായിട്ടുള്ള വലിയ അതിഭീകരമായിട്ടുള്ള ഒരു സാമ്രാജ്യത്വത്തെ മഹാത്മാഗാന്ധി എന്നുള്ള ഒരു മനുഷ്യൻ്റെ സഹന സമരം കൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതാണ്. ഇതേപോലെ ഒരു കാലഘട്ടം ഇപ്പോൾ ഒരു കാര്യത്തിലും ഉണ്ടായിരുന്നെങ്കിലോ, ഈ വാമനനെ പോലുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെപ്പോലെ ഒരു വാമനൻ നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നു. മഹാബലി എന്ന ഏകാധിപതിയായ ചക്രവർത്തിയെ സഹനം കൊണ്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാദം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വത്തിൽ, കാരണം സാമ്രാജ്യത്വം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത,
അല്ലെങ്കിൽ ഇത് മുഴുവൻ എൻ്റെ കാൽ കീഴിലാണ് എന്നത് ചിന്തയെ വാമനൻ ആദ്യത്തെ ചവിട്ടി നിൽച്ചു. രണ്ടാമത് ഈ ആകാശം മുഴുവൻ, ഈ ലോകം മുഴുവൻ ഞാൻ വെട്ടിപ്പിടിക്കും എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള ചിന്തയെ വാമനൻ ഒഴിവാക്കി. മൂന്നാമത് ഈ പറഞ്ഞ പോലെ മഹാബലിയെ തന്നെ ചവിട്ടിച്ചാത്തി സാധാരണ വ്യക്തിയാക്കി നമ്മളിൽ പോലെയുള്ള സാധാരണ ജനമാക്കി മാറ്റി എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ മാറ്റിയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയായിട്ടാണ് നല്ല ഒരു ഭരണം ആരംഭിക്കേണ്ടത്. ജനങ്ങൾ തന്നെയാണ് നമ്മളെ ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കിച്ച ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഓണത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് ചിന്തിക്കാൻ ശ്രമിച്ചാൽ അതാവില്ല സത്യം എന്ന് കരുതാതിരിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.